PSC ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരു 50 ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം 1857. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം എന്നാണ് 1857. വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തിയ വർഷം 1498. വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തിയ വർഷം 1498. ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഭരണം സ്ഥാപിക്കുന്നതിന് കാരണമായ യുദ്ധം ഏതാണ്? പ്ലാസി യുദ്ധമാണ്. ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഭരണം സ്ഥാപിക്കുന്നതിന് കാരണമായ യുദ്ധം പ്ലാസി യുദ്ധമാണ്. 1757 പ്ലാസി യുദ്ധം നടന്നത്. വർഷം മറക്കരുത്, 1757. അടുത്ത ക്വസ്റ്റ്യൻ, പ്ലാസി യുദ്ധത്തിൽ വിജയിച്ചതും പരാജയപ്പെട്ടതും ആരെല്ലാം? ആരൊക്കെയാണ്? ബംഗാൾ നവാബ് സിറാജുദ്ദൗലയെ ബ്രിട്ടീഷ് സേനാനി റോബർട്ട് ക്ലൈവ് തോൽപ്പിച്ചു. അപ്പോൾ പ്ലാസി യുദ്ധത്തിൽ വിജയിച്ചതും പരാജയപ്പെട്ടതും ആരൊക്കെയായിരുന്നു? ബംഗാൾ നവാബ് സിറാജുദ്ദൗലയെ ബ്രിട്ടീഷ് സേനാനി റോബർട്ട് ക്ലൈവ് തോൽപ്പിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം എന്നാണ് 1885. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം 1600. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം 1600. ലാൽ ബാൽ പാൽ എന്നീ ചുരുക്കപ്പേരുകളിൽ അറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര നേതാക്കൾ ആരൊക്കെയാണ്? ഒന്ന് ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലകൻ, വിപിൻ ചന്ദ്രപാൽ. ഇവർ 3 പേരുമാണ് ലാൽ ബാൽ പാൽ എന്നീ ചുരുക്കപ്പേരുകളിൽ അറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര നേതാക്കൾ. ആരൊക്കെയാണ്? ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലകൻ, വിപിൻ ചന്ദ്രപാൽ. ഇവരാണ് ലാൽ ബാൽ പാൽ എന്നീ ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവ് ആരാണ്? ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവ് ദാദാഭായ് നവറോജി. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയിയുമായ വ്യക്തി ആരാണ്? കാനിങ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയിയുമായ വ്യക്തി കാനിങ് പ്രഭു ആണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ലക്ഷ്യത്തോടെ 1905 ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭു ആണ്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ലക്ഷ്യത്തോടെ 1905 ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി കഴ്സൺ പ്രഭു. അപ്പോൾ ബംഗാൾ വിഭജനം നടന്ന വർഷം ഏതാണ്? 1905. മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം നടപ്പാക്കിയ വർഷം 1919. മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം നടപ്പാക്കിയ വർഷം എന്നാണ് 1919. അതുപോലെ തന്നെ 1919 തന്നെയായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. 1919 തന്നെയാണ് ഒന്ന് മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം നടപ്പാക്കിയ വർഷവും അതുപോലെ തന്നെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷവും 1919. ജാലിയൻ വാലാബാഗിൽ വെടിവെപ്പിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥന്റെ പേരെന്താണ്? ജനറൽ റെജിനോൾഡ് ഡയർ. ജാലിയൻ വാലാബാഗിൽ വെടിവെപ്പിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥന്റെ പേര് ജനറൽ റെജിനോൾഡ് ഡയർ. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം ഏതാണ്? ഇന്ത്യൻ ഒപ്പീനിയൻ. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് പ്രസിദ്ധീകരിച്ചിരുന്ന ഇന്ത്യൻ പത്രം ഏതാണ്? ഇന്ത്യൻ ഒപ്പീനിയൻ. ദക്ഷിണാഫ്രിക്കൻ ജീവിതം മതിയാക്കി മഹാത്മാഗാന്ധി ഇന്ത്യയിലെത്തിയ വർഷം 1915 ജനുവരി 9. ദക്ഷിണാഫ്രിക്കൻ ജീവിതം മതിയാക്കി മഹാത്മാഗാന്ധി ഇന്ത്യയിലെത്തിയ വർഷം എന്നാണ് 1915 ജനുവരി 9. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ്. 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. വർഷം മറക്കരുത്. അലി സഹോദരന്മാർ എന്നറിയപ്പെട്ടിരുന്ന ദേശീയ നേതാക്കൾ ആരായിരുന്നു? ഒന്ന് മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലി. അപ്പോൾ ഇവർ 2 പേരുമായിരുന്നു അലി സഹോദരന്മാർ എന്നറിയപ്പെട്ടിരുന്ന ദേശീയ നേതാക്കൾ. മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിൽ എത്തിയതെന്നാണ്?
1920 മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിലെത്തിയത് 1920. എന്തിൻ്റെ പ്രചാരണാർത്ഥമാണ് മഹാത്മാഗാന്ധി ആദ്യമായിട്ട് കേരളത്തിലെത്തിയത്? ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചാരണാർത്ഥം 1920 മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിലെത്തിയത്. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയായ ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പീരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത് ഗുജറാത്തി ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തി ആരാണ്? മഹാദേവ ദേശായിയാണ്. അപ്പോൾ മഹാദേവ ദേശായിയാണ് മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഗുജറാത്തി ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. മഹാത്മാഗാന്ധിയുടെ ഒരു ആത്മകഥയുടെ പേരെന്താണ്? ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പീരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്. സ്വാതന്ത്ര്യ സമര സേനാനിയും സാഹിത്യകാരനുമായ ഇദ്ദേഹം മഹാത്മാഗാന്ധിയുടെ പേഴ്സണൽ സെക്രട്ടറി എന്ന നിലയിൽ പ്രശസ്തനായിരുന്നു. ആരാണ്? മഹാദേവ ദേശായി. ആരായിരുന്നു? മഹാത്മാഗാന്ധിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു. മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ബെൽഗാം സമ്മേളനമാണ്. 1924 ബെൽഗാം സമ്മേളനം നടന്നത്. അപ്പോൾ ബെൽഗാം സമ്മേളനത്തിലായിരുന്നു മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണെന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര നേതാവ് ആരായിരുന്നു? ബാലഗംഗാധര തിലകൻ. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണെന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര നേതാവ് ആരാണ്? ബാലഗംഗാധര തിലകൻ. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിത ആരാണ്? ആനി ബസന്റ്. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിത ആരാണ്? ആനി ബസന്റാണ്. 1917 ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയ വ്യക്തി ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയ വ്യക്തി സ്വാമി ദയാനന്ദ സരസ്വതി. സാരേ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചതാരാണ്? മുഹമ്മദ് ഇക്ബാലാണ്. സാരേ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ. ദേശബന്ധു എന്നറിയപ്പെടുന്നത് CR ദാസ്. CR ദാസ് ആണ് ദേശബന്ധു എന്ന് അറിയപ്പെടുന്നത്. ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. അപ്പം ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥം ആരുടെയാണ്? സുഭാഷ് ചന്ദ്രബോസിൻ്റെ. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? സരോജിനി നായിഡു ആണ്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നതും സരോജിനി നായിഡു ആണ്. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുദ്രാവാക്യം എന്താണ്? ഐക്യം, വിശ്വാസം, ത്യാഗം. അപ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുദ്രാവാക്യം എന്താണ്? ഐക്യം, വിശ്വാസം, ത്യാഗം. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ആരുടെ വാക്കുകളാണിത്? സുഭാഷ് ചന്ദ്രബോസ്. അപ്പം നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ആരുടെ വാക്കുകളാണ്? സുഭാഷ് ചന്ദ്രബോസ്. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥ ഏതാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥ ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, അതുപോലെ തന്നെ ഇന്ത്യൻ ബിസ്മാർക്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പോൾ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, അതുപോലെ തന്നെ ഇന്ത്യൻ ബിസ്മാർക്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ദേശീയ ഗാനവും ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനവും രചിച്ച കവി ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയുടെ ദേശീയ ഗാനവും അതുപോലെ തന്നെ ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനവും രചിച്ച കവിയാണ് രവീന്ദ്രനാഥ ടാഗോർ. ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ഉപ്പു സത്യാഗ്രഹം ഏത് വർഷമായിരുന്നു? 1930. 1930 ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം. ഗാന്ധി ഇർവിൻ സന്ധി നടന്ന വർഷം എന്നാണ്? 1931. ഗാന്ധി ഇർവിൻ സന്ധി നടന്ന വർഷം 1931. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഉയർത്തിയ സമരം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരമാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഉയർത്തിയ സമരം ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 1942. വർഷം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 1942. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഉയർത്തിയ ഒരു സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 1942. ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് അധ്യക്ഷനായ വർഷം ഏതാണ്? 1929 ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് അധ്യക്ഷനായ വർഷം. 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ച്. വിശ്വചരിത്ര അവലോകനം, ഇന്ത്യയെ കണ്ടെത്തൽ എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ജവഹർലാൽ നെഹ്റു. വിശ്വചരിത്ര അവലോകനം, ഇന്ത്യയെ കണ്ടെത്തൽ എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ജവഹർലാൽ നെഹ്റു. നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടത് എപ്പോഴാണ്? 1916 കോൺഗ്രസിൻ്റെ ലക്നൗ സമ്മേളനത്തിൽ വച്ചിട്ടായിരുന്നു നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടത്. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809. കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചതാരാണ്? വേലുത്തമ്പി ദളവ. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809. കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചത് 1809 കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചത് വേലുത്തമ്പി ദളവ.
കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. കേരളത്തിലെ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപം ആറ്റിങ്ങൽ കലാപമാണ്. 1721 ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം. ബ്രിട്ടീഷുകാരോട് പൊരുതി കേരളവർമ്മ പഴശ്ശിരാജ വധിക്കപ്പെട്ട വർഷം എന്നാണ്? 1805 നവംബർ 20 1805 നവംബർ 20 ബ്രിട്ടീഷുകാരോട് പൊരുതി കേരളവർമ്മ പഴശ്ശിരാജ വധിക്കപ്പെട്ട വർഷം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലമന്റ് ആറ്റ്ലി ആയിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണോ? ആചാര്യ JB കൃപലാനിയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആചാര്യ JB കൃപലാനി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ വൈസ്രോയി ആരായിരുന്നു? മൗണ്ട് ബാറ്റൻ പ്രഭു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭു ആയിരുന്നു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധിക ആരായിരുന്നു? അരുണ ആസഫ് അലി ആയിരുന്നു. മരണാനന്തരം ഭാരതരത്ന പുരസ്കാരം നൽകി ആദരിച്ചു നമ്മുടെ അരുണ ആസഫ് അലിനെ. അപ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധിക എന്നറിയപ്പെട്ടത് അരുണ ആസഫ് അലിയാണ്. മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടത് 1948 ജനുവരി 30. അപ്പോൾ മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടതെന്നാണ്? 1948 ജനുവരി 30. ഇന്ത്യയുടെ രാഷ്ട്രശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയുടെ രാഷ്ട്രശില്പി ജവഹർലാൽ നെഹ്റു. പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവ് മുഹമ്മദ് അലി ജിന്ന. പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവ് ആരാണ്? മുഹമ്മദ് അലി ജിന്ന. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 50 ക്വസ്റ്റ്യൻ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇത്. ഈ 50 ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഓരോ ക്വസ്റ്റ്യനും എല്ലാ എക്സാംസിനും ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ചോദിച്ച് കണ്ടിട്ടുള്ള, ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിച്ച് ചോദിച്ച് കണ്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.